തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് എതിർപ്പുള്ള ഒരാൾ വന്ന് ചീത്ത പറയാൻ തുടങ്ങി. അയാൾ അങ്ങനെ ചീത്ത പറയുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. മഹാനവറുകളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളത് കേട്ടുകൊണ്ടൊരു ഭാഗത്തിരിക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ചീത്ത പറയുന്ന ആളെ മുഖത്തേക്ക് നോക്കുന്നു. അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മറുപടി ഒന്നും പറയാതെ കുറെ നേരം അങ്ങനെ ഇരുന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടെ ഇരുന്നു. ചീത്ത പറയുന്ന ആള്, കുറ്റം പറയുന്ന ആള് ഏകദേശം നിർത്തിന്ന് കണ്ടപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ തുടങ്ങി. മഹാനവറുകൾ പറഞ്ഞു തുടങ്ങിയപ്പോ തങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയൊരു നടത്തം നടന്നപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് തോന്നി, ഞാൻ പറയാതിരുന്നപ്പോ, മൗനം പാലിച്ചിരുന്നപ്പോ തങ്ങൾ ഇത്രയും നേരം ഇവിടെ ഇരുന്നു, ഞാൻ പറയാൻ തുടങ്ങിയപ്പോ തങ്ങൾ പോവുകയും ചെയ്തു. ആ പറച്ചിൽ അവിടെ നിർത്തിയിട്ട് പിന്നാലെ ചെന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ഞാനൊന്നും പ്രതികരിക്കാതിരുന്നപ്പോ തങ്ങളും അവിടെ ഇരുന്നു, ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോ തങ്ങൾ ഇറങ്ങി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറയാതിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു മലക്ക് മറുപടി അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ അത് നോക്കുകയായിരുന്നു. ഒരു മലക്ക് ആ പറയുന്ന ചീത്ത പറയുന്ന ആൾക്ക് അയാൾ പറയുന്നതിനൊക്കെ മറുപടി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ പറയാൻ തുടങ്ങിയപ്പോ മലക്ക് അപ്രത്യക്ഷനായി. അപ്പോൾ പിന്നെ ഞാനും ഇറങ്ങി. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, സലാസുൻ ഹഖ്ഖുൻ, മൂന്ന് കാര്യങ്ങൾ സത്യമാണ്, സ്ഥിരപ്പെട്ട വിഷയമാണ് മൂന്ന് കാര്യങ്ങൾ. ഒരാൾക്ക് മറ്റൊരാളിൽ നിന്ന് എന്തോ ഒരു അക്രമം ലഭിച്ചു, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു അക്രമം. ആ അക്രമം വന്നപ്പോൾ അയാൾ കണ്ണ് ചിമ്മി, ഒന്നും പ്രതികരിച്ചില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതികരിക്കാത്തത് കൊണ്ട് അയാൾക്ക് അല്ലാഹു തആല കൂടുതൽ യശസ് നൽകും, അന്തസ് നൽകും, ഒരു കുറവും അയാൾക്ക് ഉണ്ടാകൂല. നമ്മളെങ്ങനെ മനസ്സിലാക്കുക? ഒരു കഴിവില്ലാത്തതുകൊണ്ടാണ് ആള് പറയാത്തത്. കഴിവുള്ള ആളാണ് പറയാതിരിക്കുക. നല്ല കഴിവും നല്ല ബോധവും ഉള്ള ആള് പ്രതികരിക്കൂല.